നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന ഈ യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഒമർ ലുലു സംവിധാനം ചെയ്ത ഒരു അഡാർ ലവ് എന്ന ചിത്രത്തിൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ വേണ്ടിയാണ്. ബോക്സ് ഓഫീസ് കളക്ഷൻ പങ്കുവയ്ക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഈ ചിത്രം പരാജയമാണോ അതൊരു വിജയമാണോ എന്നറിയാൻ നിരവധി സുഹൃത്തുക്കൾക്ക് താല്പര്യമുണ്ടാവും. എൻ്റെ എല്ലാ വീഡിയോയുടെയും കമൻറ്റിൽ തന്നെ എല്ലാവരും വന്ന് ചോദിക്കുന്നുണ്ട്, ചിത്രം പരാജയപ്പെട്ടോ അതോ വിജയിച്ചോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. എന്തായാലും വളരെയധികം ഡീഗ്രേഡിങ്ങിന് വിധേയമായെങ്കിലും ചിത്രത്തിന് ഒരു പരാജയം എന്ന ലേബൽ ഒരിക്കലും ചാർത്തി കൊടുക്കാൻ സാധിക്കത്തില്ല. ഹിറ്റായിട്ടുമില്ല. ചിത്രം ഒരു എന്താ പറയുക, ഒരു മാന്യമായ കളക്ഷൻ എന്ന് നമുക്ക് പറയാവുന്ന രീതിയിൽ ചിത്രം മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പ്രൊഡ്യൂസേഴ്സിന് ലാഭം കിട്ടാൻ സാധ്യതയുള്ള ഒരു ചിത്രമായിട്ട് അഡാർ ലവ് മാറിയിരിക്കുന്നു. മാത്രവുമല്ല, എറണാകുളം പോലുള്ള സിറ്റികളിലെല്ലാം ചിത്രത്തിന് വളരെയധികം നല്ല അഭിപ്രായം ലഭിക്കുന്നുമുണ്ട് എന്നൊരു കാര്യം കൂടി മനസ്സിലാക്കുക. എന്നാൽ മെയിൻ സിറ്റിക്ക് അപ്പുറത്തോട്ടുള്ള ഗ്രാമങ്ങളിലേക്ക് അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ഉൾഗ്രാമങ്ങളിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചിത്രത്തിന് മോശം പ്രതികരണമാണ് കിട്ടുന്നത്, മോശം പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിൽ നിന്ന് നല്ല അഭിപ്രായം ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും കളക്ഷനിൽ വലിയ കാര്യമായിട്ടുള്ള വർധനവൊന്നും അവിടെ കാണാനില്ല. അവിടെ വേറെ വലിയ സിനിമകളെല്ലാം റിലീസ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതൊരു ഡബ്ബിംഗ് സിനിമ കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവിടെയൊന്നും ആ ഒരു ചലനമൊന്നും സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല. ചിത്രം പരാജയപ്പെട്ടിട്ടില്ല എന്നതാണ് സത്യം. ചിത്രത്തിന് ഒരു ഒമർ ലുലു ചിത്രങ്ങൾക്കെല്ലാം നേരത്തെ സംഭവിച്ചിട്ടുള്ള ഒരു ഡീഗ്രേഡിങ് തന്നെ ആയിരിക്കാം ഇതിനകത്ത് സംഭവിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഒരു പക്ഷേ അതിനകത്ത് നായികയെ വന്ന പ്രിയ പ്രകാശ് വാര്യരെ കുറിച്ചുള്ള അല്ലെങ്കിൽ അവരോടുള്ള ഒരു എതിർപ്പായിരിക്കും പ്രേക്ഷകർ പ്രകടിപ്പിക്കുന്നത് എന്നും ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ വന്നിരിക്കുന്നത് ആദ്യ ദിവസം 1250 തിയേറ്ററുകളിലാണ് ചിത്രം റിലീസ് ചെയ്തതെന്നുണ്ടെങ്കിലും അതിനൊത്ത പ്രകടനം കാഴ്ചവെക്കാൻ ചിത്രത്തിന് സാധിച്ചില്ല. ചിത്രം 2,75 ലക്ഷം രൂപയാണ് ആദ്യ ദിവസം കളക്ഷൻ നേടിയത്. രണ്ടാം ദിവസം അത് 1,25 ലക്ഷം രൂപയായിട്ട് മൊത്തം കളക്ഷൻ 4 കോടി എന്ന മാർജിനിലേക്ക് എത്തിയിരുന്നു. ചിത്രത്തിന്റെ ആദ്യത്തെ വീക്കെൻഡ് കളക്ഷൻ പുറത്തു വന്നിരിക്കുന്നത് 5,95 ലക്ഷം രൂപ എന്നാണ് കിട്ടിയിരിക്കുന്നത്. അത് 6 കോടി എന്ന് നമുക്ക് വേണമെങ്കിൽ ചുരുക്കി കണക്ക് കൂട്ടാം. അപ്പോൾ ആദ്യ വീക്കെൻഡിൽ ഈ ചിത്രം 6 കോടി കളക്ഷൻ നേടി, അതും ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് മാത്രമായിട്ടാണ് കളക്ഷൻ വന്നിരിക്കുന്നത്. ഒരിക്കലും ഈ 6 കോടി പ്രൊഡ്യൂസറുടെ കയ്യിലേക്ക് എത്തുന്നതല്ല. കാരണം ചിത്രം ബാക്കി 3 ഭാഷകളിലേക്ക് ഡിസ്ട്രിബ്യൂഷൻ വിറ്റുപോയിരിക്കുകയാണ്. അതിലൂടെ പ്രൊഡ്യൂസർ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രകടനം വെച്ച് നോക്കുമ്പോൾ ചിത്രം ഒരു ആവറേജ് കളക്ഷനിലൂടെയാണ് മുന്നേറുന്നത്, ചിത്രത്തിന്റെ ലഭിച്ച ഹൈപ്പും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ. എന്നാൽ ഇതൊരു പുതുമുഖ ചിത്രം എന്ന രീതിയിൽ മാത്രമാണ് കണക്കൂട്ടുന്നതെങ്കിൽ വെറും 4 ദിവസം കൊണ്ട് 6 കോടി രൂപ ലഭിച്ചു എന്ന് പറയുന്നത് ഒരു വലിയൊരു മാർജിനായിട്ട് കണക്കുകൂട്ടാം. എന്നാൽ ഈ ചിത്രത്തിന് ആ രീതിയിലേക്ക് കണക്കൂട്ടേണ്ട കാര്യമില്ല. കാരണം അതിന് ലഭിച്ച ഹൈപ്പ് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഈ 4 ദിവസം കൊണ്ട് ഒരു 10-ന് മുകളിൽ കളക്ഷൻ നേടേണ്ടതായിരുന്നു. ഇതിനേക്കാൾ അത്ഭുതകരമായിട്ടുള്ള വേറൊരു സംഭവം എന്നാൽ ഓരോ ദിവസവും ചിത്രത്തിന്റെ കളക്ഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും അതൊരു മോശം ചിത്രമാണെന്ന് ഞാൻ പറയുന്നില്ല, മോശം ചിത്രമായിട്ട് ഞാൻ അംഗീകരിക്കുന്നുമില്ല. കാരണം ഞാൻ എൻ്റെ റിവ്യൂവിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്, ചിത്രം ഒരു നല്ല സിനിമ തന്നെയാണ്. ഒരു ഒമർ ലുലു സിനിമകൾക്ക് എല്ലാം ലഭിക്കുന്ന ഒരു മൂഡുണ്ട്. ആ ഒരു മൂഡ് തന്നെ ഈ ചിത്രം കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. അത്ര വലിയ നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡബിൾ മീനിങ് ആയിട്ടുള്ള ഡയലോഗ്സുകളെല്ലാം ഇതിനകത്ത് കുറവാണ്. പിന്നെ എന്തുകൊണ്ടോ ഓരോ ഡീഗ്രേഡിങ് ആ ചിത്രത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് ചെല്ലുമ്പോൾ അറിയാം. ഇനിയുള്ള ദിവസങ്ങളിൽ അറിയാം ചിത്രം എങ്ങനെയായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിലെ പ്രകടനമെന്ന്. എന്തായാലും കളക്ഷൻ കൂടാനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് കാണുന്നത്. എന്നാൽ ഈ കളക്ഷൻ നിലനിർത്തി പോവുകയാണെങ്കിൽ തന്നെ നല്ല മാന്യമായിട്ടുള്ള ഒരു എമൗണ്ടിലേക്ക് ചിത്രം എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഓക്കെ, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാം. ഇത് ഔദ്യോഗികമായിട്ട് പുറത്തു വന്ന കണക്കല്ല. ഇത് നമുക്ക് ലഭ്യമായ പല സൈറ്റുകളുടെയും അടിസ്ഥാനത്തിൽ സൈറ്റുകളിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ സൈറ്റുകളിൽ നിന്നെല്ലാം തന്നെയാണ് ഞാൻ ഇതുവരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകളെല്ലാം കളക്ട് നേടിയത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.